ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൗഹ്രാൻ മംദാനിക്ക് ചരിത്ര വിജയം. ട്രംപിന്റെ പിന്തുണയുണ്ടായിരുന്ന ആൻഡ്രൂ കുമോയെ തകർത്താണ് മംദാനിയുടെ ജയം. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് മംദാനി. അതേസമയം വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ട്രംപിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. രണ്ടിടത്തും ഡെമോക്രാറ്റുകൾക്കാണ് ജയം. മംദാനി വിജയിച്ചാൽ അത് നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസൻ ചേരുകയാണ്. സർ, ചരിത്ര വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാവുകയാണ് സൗഹ്രാൻ മംദാനി. അതേസമയം തന്നെ ട്രംപിന് കനത്ത തിരിച്ചടിയും നേരിട്ടിരിക്കുന്നു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും ട്രംപിന്റെ പിന്തുണയുണ്ടായിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ സൗഹ്രാൻ മംദാനി വിജയിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തുടനീളം ട്രംപിനെതിരെ ഉണ്ടാകുന്ന ഒരു വിരുദ്ധ വികാരത്തിന്റെ സൂചനയാണോ? അത് അതിനേക്കാൾ ഉപരിയായി അവിടുത്തെ ഡെമോക്രസിയുടെ വിജയം എന്ന് പറയാം. കാരണം ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അങ്ങനെ ട്രംപിന്റെ തേരോട്ടം തുടരുമ്പോഴും ഡെമോക്രസി ഈസ് അലൈവ് ആൻഡ് വെൽ. അത് റേസിന്റെ കാര്യമില്ലാതെ ചെറുപ്പക്കാരെന്നുള്ള പ്രശ്നമില്ലാതെ എല്ലാം തരത്തിലും വലിയ വിജയമാണിത്. എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ അതിന്റെ ക്യാമ്പയിനിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് മുഴുവൻ ഞങ്ങൾ ഷെയർ ചെയ്യായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. ചെറുപ്പക്കാരുടെ വിശേഷിച്ചും വളരെയധികം താല്പര്യമുണ്ടായി. പിന്നെ പ്രസിഡന്റ് ട്രംപ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം കൂടുതൽ കോൺഷ്യസ് ആകൊണ്ടിരിക്കുന്നു ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് രണ്ടു വശം നല്ലതായിരിക്കും. പക്ഷെ അദ്ദേഹം വലിയ റിയാക്ഷൻ ഉള്ള സ്ട്രോങ് ആയിട്ട് എടുക്കുകയോ അങ്ങനെ ന്യൂയോർക്കിന്റെ വികസനത്തെ അത് ബാധിക്കുകയോ ചെയ്യുന്ന ഭയം കൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ഇതൊരു നല്ല സിഗ്നലാണ് അമേരിക്ക സംബന്ധിച്ചിടത്തോളം. ഡെമോക്രസി ഈസ് ഇൻടാക്ട് ആൻഡ് വെൽ എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. വിശേഷിച്ചും ഇന്ത്യൻ ഓറിജിനാണ്, ആഫ്രിക്കൻ ബ്ലഡ് ഉണ്ട്, വളരെയധികം വിവിധ തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് പൊതുവെ ഒരു എക്സൈറ്റ്മെന്റ് അമേരിക്കയിലുണ്ട്. അത് ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മറ്റിടങ്ങളിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇത് ട്രംപിന്റെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിന് ഒരു കടിഞ്ഞാണിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. അദ്ദേഹം നിശകാന്തം എതിർക്കുകയായിരുന്നു മംദാനി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ തീർച്ചയായും അതിനെ സന്തോഷിപ്പിക്കില്ല. കാരണം ഇതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നല്ലത് തന്നെയാണ്. പൊതുവെ അതൊരു ബാലൻസ്ഡ് പൊസിഷനിലേക്ക് ട്രംപ് മാറാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായി എത്തുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ്. അത്തരത്തിൽ ഇന്ത്യക്കും അഭിമാന നിമിഷം തന്നെയല്ലേ ഇത്? ഇന്ത്യൻ വംശജൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം മുസ്ലിമാണ്. അപ്പം ധാരാളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നേരത്തെ തന്നെ പ്രശസ്തി ആർജിച്ച അമ്മയുടെ കാര്യത്തിൽ മീര നായരുടെ മകനാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലും ചരിത്ര പ്രധാനമായ ഒരു വിജയം തന്നെയാണ് ഇത്. പിന്നെ ബേസിക്കായിട്ട് നമുക്ക് കാണാവുന്നത് ജനാധിപത്യത്തിന്റെ വിജയം ആണ്. എത്ര തരം റെസ്ട്രിക്ഷൻസ് ഉണ്ടായാലും ഏത് തരത്തിൽ പ്രസിഡന്റ് പെരുമാറിയാലും ജനാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും വലിയ ചരിത്ര വിജയം തന്നെയാണ് ന്യൂയോർക്കിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൗഹ്രാൻ മംദാനിയാണ് ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഇന്ത്യൻ വംശജൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നും സൂചനയുണ്ട്.